ഫുട്ബോൾ കളിക്കും. ഫേമസ് ആകും. എൻജോയ് ചെയ്യാൻ പോയെന്നാവണമെന്നൊന്നുമില്ല. ഹായ് ഫ്രണ്ട്സ്, ജനമനസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു ചോദ്യമായിട്ടാണ്. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നമ്മുടെ ജെൻഡർ മാറിയാലോ? അപ്പോൾ നിങ്ങൾ എന്താ ആദ്യം ചെയ്യുക? പലർക്കും പല ഉത്തരങ്ങളാണ്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇനി എന്താണ് നിങ്ങളുടെ ഉത്തരം? കമൻറ്റ് ചെയ്യുക. കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ രാവിലെ നിങ്ങൾ എണീക്കുമ്പോൾ നിങ്ങൾ ആണായി, അപ്പോൾ നിങ്ങൾ ആദ്യം എന്തായിരിക്കും ചെയ്യുക? എവിടെയൊക്കെ കറങ്ങാൻ പോവും. ഇല്ല, അറിയില്ല. അങ്ങനെ കറങ്ങാൻ പോവില്ല. ഫുട്ബോൾ കളിക്കും. എന്താ അറിയില്ല. നിങ്ങൾ നാളെ രാവിലെ എണീക്കുമ്പോ പെണ്ണുങ്ങളായി, അപ്പൊ നിങ്ങൾ എന്താ ആദ്യം ചെയ്യാ? നീ ആദ്യം പറഞ്ഞു. ഫേമസ് ആകും. എന്ത് ചെയ്യാനാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ചിലവര് പറയണേക്കാറുണ്ട് രാത്രിയൊക്കെ പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റില്ല. അങ്ങനെയൊക്കെ ചെയ്യും. എങ്ങനെയാന്ന് അറിയണമല്ലോ, ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. അങ്ങനെ ചെയ്യും. വേറെ പരിപാടിയൊന്നുമില്ല. എനിക്കൊന്നും പറയാനില്ല. പേരെന്താ? എന്റെ പേര് ഹാൻ. ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ഒരു ആണായി കഴിഞ്ഞാ ചേച്ചി എന്ത് ചെയ്യും? ഞാൻ നൈറ്റ് റൈഡ് പോവും. ഒറ്റയ്ക്കോ? ഓക്കെ അല്ലേ? നിങ്ങൾ നാളെ എണീക്കുമ്പോ പെൺപിള്ളേരായി കഴിഞ്ഞാ നിങ്ങൾ എന്തായിരിക്കും ആദ്യം ചെയ്യാ? നിങ്ങളുടെയൊക്കെ പേരെന്താ? അർജുന്. ധ്യാൻദേവ്. നാളെ ഇപ്പോ നിങ്ങളൊരാണായി കഴിഞ്ഞു കഴിഞ്ഞാ എന്തായിരിക്കും ആദ്യം ചെയ്യാ? ആണായി കഴിഞ്ഞാല് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. എന്നാലും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമാണ്. നല്ലൊരു ബൈക്കൊക്കെ എടുത്ത് ഫ്രീ ആയിട്ട് അങ്ങനെ പോകാൻ. കാരണം എൻ്റെ ഫാമിലി കുറച്ച് ഓർത്തഡോക്സ് പോലെയാണ്. ട്രാവൽ ചെയ്യും. പിന്നെ എനിക്ക് പെണ്ണായിട്ടിരിക്കാനാണ് കൂടുതൽ ഇഷ്ടം. കാരണം ഇപ്പൊ തന്നെ എൻജോയ് ചെയ്യുന്ന ട്രാവലിംഗ് മാത്രമേ കുറച്ച് പ്രശ്നമായിട്ടുള്ളൂ. കാരണം നമുക്ക് പീരീഡ്സും അതുപോലെ തന്നെ ഹെൽത്ത് പരമായിട്ട് നമുക്ക് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഗേളായിട്ട് ഇരുന്ന് തന്നെ എന്റെ മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ലാതെ എൻജോയ് ചെയ്യാൻ പോയെന്നെ ആവണമെന്നൊന്നുമില്ല. നമ്മൾ ഗേൾ ആണെങ്കിലും മുന്നോട്ട് വന്നാൽ മതി, അത്രേ ഉള്ളൂ. പേര് ജയലക്ഷ്മി. കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യണമെന്ന് ഇട്ടതൊക്കെ ചോദിക്കണം. പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവില്ലേ? എന്തെങ്കിലും ഡെവലപ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കൂ. പിന്നെ എന്തെങ്കിലും കൺഫ്യൂഷനോ മതിയാ?